ബോളിവുഡ് സിറ്റിയിലേക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഏവർക്കും സ്വാഗതം. പറ അതിൽ നോക്കിയിട്ട് പറ. അസ്മിയ എങ്ങനെയുണ്ട്? അസ്മിയ അടിപൊളിയല്ലേ? ക്യാമറയ്ക്ക് നോക്കി പറ. പൊളിയല്ലേ? സൂപ്പർ സൂപ്പർ, ഒന്നും പറയല്ല. ബോളിവുഡ് സിറ്റി വെടിയാണ്. ഓക്കെ, മാഷാ അല്ലാ, ബോളിവുഡ് വേറെ ലെവലാണ്. ബോളിവുഡ് വേൾഡിലാണ് ഇപ്പോൾ ഉള്ളത്. അടിപൊളി കാഴ്ചകളാണ്, വെടിക്കാഴ്ചകളാണ്, ഒന്നും പറയല്ല. റിയാദിൽ വന്നിട്ട് ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ പറഞ്ഞ കാര്യമില്ല. മോനെ വരുന്നത് നോക്കിയാ ഉണ്ടല്ലേ, ഒട്ടകങ്ങൾക്ക് ചൂടാവാതിരിക്കാൻ വേണ്ടിട്ട് AC വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എമ്മായിരത്തെ സെറ്റപ്പാന്ന് അറിയാം. മാഷാ അല്ലാ, വെടിയാണ് വെടി, ഒന്നും പറയാല്ല. ഓരോ മുക്കും മൂലയും കവർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നടന്ന് മണിക്കൂറുകളെടുത്ത് വീഡിയോ സെറ്റാക്കും ഇൻഷാ അല്ലാ. ഫ്രാൻസ്, ചൈന, ഗ്രീസ്, ഇന്ത്യ, USA, മെക്സിക്കോ, സ്പെയിന്, മൊറോക്കോ, ഇറ്റലി, ജപ്പാൻ, ഒരുപാട് രാജ്യങ്ങൾ, കണ്ട രാജ്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. വളരെ രസകരമായ കാഴ്ചകൾ നോക്കിയാ, ഇത് രസം നോക്കി. മേൽക്കൂര LCD മേൽക്കൂര എങ്ങനെ തയ്യാറാക്കിയിട്ട് ഇത് ഇവിടെ മാഷാ അല്ലാ. ഇത് കണ്ടോ, ബോട്ടിംഗ് ഒക്കെ വേറെ ലെവലാണ് മക്കളെ, ഒന്നും പറയാനില്ല. റിയാദിലുള്ളവർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. ഇതൊരു വലിയ മലയാണ്. ആ മലയുടെ താഴെ ഇത് നല്ല നീർത്തടാകം. ഇതൊക്കെ റിയാദിൽ വന്നിട്ട് ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും പറയാല്ല. അടിപൊളിയാണ്. ഇതിലുള്ള ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുള്ള വളരെ ഭംഗിയുള്ള റിയാദിലുള്ള ഇത് കാണാതിരിക്കുന്നവർ വളരെ തുച്ഛം ആളുകളായിരിക്കും. വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കാണാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് ബോളിവുഡ്. ഓക്കെ, ഇതിന് കണ്ട അതിമനോഹരമായ ചിത്രശലഭങ്ങളും പൂഞ്ചെടികളും LCD മേൽക്കൂര തന്നെ LCD ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. വളരെ രസകരമായിട്ട്. ഓക്കെ, അത് കാണിച്ചു. ആ മോനെ സെറ്റ്. മാഷാ അല്ലാ, ഏതാ വൈബ്, ഏതാ സ്ഥലം. Good. ഏതെടുത്താലും നല്ല രസമായില്ല. അടുത്ത തന്നെ അയക്കും രസമുള്ള വരുന്നത്. വാത്തുപെണ്ണ് ബോളിവുഡ് സിറ്റിയുടെ ഉള്ളിൽ കയറിയിട്ട് പാത്തുപെണ്ണ് അന്തം വിട്ടിക്കാണ്. ഇതെല്ലാരും ഉണ്ട്, എല്ലാരും ചിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ അസ്മിയ, എന്താ കാണുന്ന നല്ല രസമുണ്ടോ? അടിപൊളിയാ, സെറ്റാണ് മക്കളെ, ഒന്നും പറയല്ല. അടിപൊളിയാണ്. ഇത് മൂന്നാറല്ല, അത് റിയാദാണ്. ഇത് പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തുർക്കി ഗേറ്റിന്റെ തൊട്ടടുത്താണ് ഇത് LCD പ്രദർശനം ഉള്ളത്. ഇതാണ് തുർക്കി ഗേറ്റ്. ഇനി നമുക്ക് തുർക്കിയിലേക്ക് കിടക്കാം. പോണോ അതില് പട്ടാളം വരണത്. ഹായ് ചായക്കാരാ. ഗുഡ് ബൈ. Blackberry juice, Syrian traditional drink. Thank you. ഐസ്ക്രീം കൊടുക്ക്, പെരുക്ക് കൊടുക്ക്, പെരുക്ക് കൊടുക്ക്. ഇത് മറ്റേതാണ്.
എറിഞ്ഞ് കളിക്കുന്ന പറ്റിക്കുന്ന ഐസ്ക്രീം തരില്ല, ആളെ പറ്റിക്കോ. അതാ സർക്കസ് കളിക്കുന്നുണ്ട്. ഐസ്ക്രീം കൊടുക്കണ റിഷാദ്, എനിക്ക് ഐസ്ക്രീം കൊടുക്ക്. എന്തോ പറയണേ? كم؟ 25 والله زيادة مرة. ايش 20 25 റിയാലുള്ളൂ. മേടിച്ചോ മേടിച്ചോ കുടിക്ക കിട്ടാണേ മേടിച്ചോ. അടുത്തോ കേറി പിടിക്ക്. വിടല്ലേ വിടല്ലേ. ഐസ്ക്രീമാണോ? 25 റിയാല്. ടു മച്ച് എക്സ്പെൻസീവ്. 25 റിയാൽ. 25 റിയാലാണ്. അതുകൊണ്ട് വേണ്ടാന്നാണ് എല്ലാരും പറയണത്. ഐസ്ക്രീം വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയി. ആ ഇതാ ചങ്ങാനെ വലിച്ചിട്ട് തല്ലോ കൊടുക്കുന്നില്ലേ, എന്താ ചെയ്യാ. الله الله والله تعبان هذه. خلاص ما يبغى رجال ഫ്രഞ്ച് ഫ്രൈസിന്റെ അച്ചില് വീണ ഒരു ചങ്ങാതി അവിടെ കാണുന്നുണ്ടായി. നോക്കിയ തല ഫ്രഞ്ച് ഫ്രൈസിന്റെ ഷേപ്പിലാണ്ടായില്ല. ആ വണ്ടിയുടെ ഒരു മോനെ പൊള്ളി വണ്ടി. ഏത് സാധനം എന്നറിയോ നമുക്ക്? അവന്റെ ഡോറ് മോനെ ഏതോ വണ്ടി, ഏതോ സാധനം വെച്ചിട്ടാ നരിയാണ്. മാഷാ ഒരു പെപ്സിയുടെ കപ്പിന്റെ വരുമ്പോൾ നോക്കിയാ നല്ല സ്ലോ ഒക്കെ ഉണ്ട്. വിമാനം ട്രയില് ആകാശത്തോടെ പറക്കുന്ന വിമാനം ചാടി പിടിച്ചിട്ടുണ്ട്. ഫോണിൽ കൂടെ സ്റ്റെപ്പ് കയറിട്ടാ പിടിച്ചിട്ടുള്ളത്. എന്താ മോനെ ഇതെവിടെ കടലുണ്ട്. കടല് 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 മക്കളെ മോളെ ഒന്നും പറയല്ല. ഇവിടെ തോന്നെക്കോ മോനെ മാഷാ അല്ലാഹ് എന്താ സെറ്റപ്പ്, എന്തെല്ലാം പരിപാടിയാണ്. ഹൗസ് ബോട്ടാണ് കിടക്കുന്നത്. ക്യാൻറ്റീനാണ് അല്ലേ? ആ ഓടില്ല ഹൗസ് ബോട്ട്. ഇത് ഓടുന്നതാ റൗണ്ട് ബോട്ട്. റൗണ്ട് ബോട്ട് ഈസ് വർക്കിംഗ്. ഈ ബോട്ട് ഈസ് വർക്കിംഗ്. സംഭവം അടിപൊളിയാണ് മക്കളെ. വന്നോളി കണ്ടോളി. റിയാദിൽ ഇത് കാണാൻ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളി. ജിദ്ദയിലും ദമാമിലൊക്കെ ഉള്ള ആൾക്കാർ വരുന്നത്. നമ്മളൊന്ന് ഒരുത്ത കോണി വെച്ച് കയറിയിട്ടാണ് വിമാനം പിടിച്ചിട്ടുള്ളത്. നോക്കിയാ എന്താണ് നിർത്താം. ഗൊറില്ലയുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ അതിമനോഹരമായ ഒരു മഹാസമുദ്രം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബോളിവുഡ് സിറ്റിയിലെ അത്ഭുത കാഴ്ചകൾ തന്നെ പറയാം. അത്ഭുത കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ വേഗതയിൽ, അതിനേക്കാൾ വേഗതയിൽ ബോളിവുഡ് വേൾഡ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊന്ന് കയറി നോക്കാം. എന്നാ വാ. ഹായ് ഹായ് ഹായ്. ഇത് ചൈന അല്ല, ഇത് സൗദി അറേബ്യ. അറിയില്ല ഇത്ര കാലമായിട്ട്. നല്ല ഒരുപാട് കൊട. ജസമോളെ ആണെങ്കിൽ ഏത് കൊട വേണ്ടത്? ഏത് കൊട വേണ്ടത്? ജസമോളെ അസ്മിയ ഏത് കൊട വേണ്ടിച്ചെടുത്തോളൂ. നിങ്ങൾക്ക് കൊട വേണ്ട? ഇതിവിടെ വരുന്ന ആൾക്കാർക്ക് കൊണ്ടുപോകാനുള്ളതാണേ. ആ എടുത്തോ. ബോളിവുഡ് വേൾഡിലെ അതിസുന്ദരമായ കാഴ്ചകൾ. ഫുഡ് കോർട്ടാണ്. എവിടെ നോക്കിയാലും ഫുഡ് കോർട്ട് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ
ഭയങ്കര എക്സ്പെൻസീവാണ്. പൈസ കൊടുത്ത് തിന്നാൻ കഴിയില്ല, അത്ര റേറ്റ് ആണ്. ഒരു ഐസ്ക്രീമിന് 25 റിയാലാണെന്ന് പിന്നെ ബാക്കി പറയണ്ടല്ലോ. ആ മാങ്ങയൊക്കെ ഉണ്ടല്ലോ, കൊലയിട്ട് തോന്നിക്കിടക്ക. മോനെ ഏതത് മാങ്ങ നോക്കെ ഒറിജിനൽ മാങ്ങയാണിതേ. ഇതിന്റെ സൈസ് നോക്കെ. ആരാ പറഞ്ഞ പ്ലാസ്റ്റിക് ആണിത്? ഇതെന്താ എന്ത് കാണാനാ ഇങ്ങനെ? പെണ്ണുങ്ങളാണ്. മാംഗോ ജ്യൂസ് ഹൗ മച്ച്? 35 ഒരു വിലയില്ലേ? 35? ഓ ടു മച്ച്. 35 ഒരു വിലയില്ലേ? 35 റിയാലാണ് ജ്യൂസിന് എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടാളുതാ. പൈസ ഇല്ലാത്തവര്, ഇറച്ചി ഇല്ലാത്തവര്, എന്താണ് പറയാ, പൈസ ഇല്ലാത്തവര് കായില്ലാത്തവര് ഇറച്ചിക്ക് വന്ന മാതിരി ചീരി ഇളിച്ച് നിൽക്കുക. കൊടുക്ക് വിക്ക്. How much real? I buy this one. I don't need. How much real? നമ്മള് മേലെന്ന് കണ്ട ഹൗസ് ബോട്ടുകളാണ് ഈ കാണുന്ന ഷോപ്പൊക്കെ. ഇതാ ഹൗസ് ബോട്ടിലാണ് ഈ പരിപാടി. അത് ശരി, തട്ടുകട മൊത്തം ഹൗസ് ബോട്ടിലാണ്. ഹൗസ് ബോട്ട് ടീ സ്റ്റാൾ. Right, no problem. Walnut. This is walnut. You don't know? 100? 120 പലസ്തീൻ. അടിപൊളി സാധനം. 250 ക്യാഷ്. 250 ഓ ശബക്കയിലാണെച്ചെങ്കിൽ 330 റിയാൽ. എന്താ ശബക്കയിലും ഇതിൽ ഇത്ര വ്യത്യാസം? هذا 180. എവിടെ വല്ലമായ എവിടെ? 180 അത്ര. നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് രക്ഷോടെ നടത്തുക. ഞാൻ ഇവിടെ കച്ചവടത്തിന് അറിയിക്കോ ഇയാളുടെ യൂട്യൂബ് ചാനൽ 250 ലാസ്റ്റ്. ആളുടെ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് തരുന്നതാണ്. കൊടുക്കല്ലേ? 250 റിയാലിന്റെ സാധനമാണ്. ഗിവ് കൊടുക്കാൻ പോവാണ്. ആളുണ്ടെങ്കിൽ പറഞ്ഞോ. 250 പറഞ്ഞാൽ നാട്ടിലത്തെ 5000 റിയാല്. ഇതിന് നേരത്തെ ഗിവ് കൊടുത്താണ്. അങ്ങനെ അടിപൊളി ഒരു ബാറ്റ്സ്മാനൊക്കെ കണ്ട് ഭയങ്കര ഹൈറ്റ്, സൂര്യന്റെ അടുത്താണ് നിൽക്കുന്നത് കണ്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. റോബോ ആണിത്. അത് ബാറ്റ്സ്മാനാ ശക്തിമാനാ? ഏത് മാനാണത്? ബാറ്റ്സ്മാൻ. നമ്മൾ നടന്ന് ചൈന മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ചൈന. അപ്പോൾ ചൈനയിലെത്തി. ഓക്കെ, ഇന്ന് നമുക്ക് ചൈനയിലെ അല്പം വിശേഷങ്ങൾ കാണാം. ഇവിടെ എല്ലാം ചൈനീസ് ലാംഗ്വേജിലാണല്ലോ എഴുതിയിട്ടുള്ളത്. ഇതാണ് ചൈന. ഓക്കെ, ദിസ് ഈസ് ദ മാംഗോ ഏരിയ. മാങ്ങാച്ചാലും പോരാ, പഴുത്ത് തുടുത്ത മാങ്ങാക്കൊല. മോനെ ഏതാ സൈസ്. റോബോട്ടിന്റെ അടുത്താണ്. ഞങ്ങൾ ചൈനീസ് മാർക്കറ്റിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. 5 റിയാലും കടയൊക്കെ ഉണ്ട് ഇവിടെ. ബോളിവുഡ് വേൾഡിന്റെ ഉള്ളിലെ 5 റിയാലും കട. 5 റിയാലും കട എവിടെ കണ്ടോ അവിടെ മലയാളികൾ മൊത്തം. അടിപൊളിയാ 5 റിയാലും കട ഉണ്ടായത് നന്നായി. അല്ലാണ്ട് പണി കിട്ടിയത്. ചൈനീസ് മാർക്കറ്റാണ്. ചൈനീസ് വനിത അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ആ പൈസ കൊടുക്ക്. ഓള വരുന്നു. അപ്പോൾ പിടിച്ച് പൊട്ടിക്കുന്നുള്ളേ. കുട്ടികളൊക്കെ കൂടെ ഇവിടെ കളിച്ചിട്ട് ചൈനക്കാരത്തി ഫുള്ള് കലിപ്പിലാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കാതെ പോരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഓൾക്ക് ഇത് വിൽക്കണം എന്നൊന്നുമില്ല. ഇന്നലെ ഓവർ ടൈം കൊടുത്തു ബോസ്. എന്താണ് പറയൂ? ഒറിജിനൽ ബേബീസ്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ കുട്ടികളെ അതേ ഒരു ഇതുണ്ടല്ലേ. ഹൗ മച്ച് യാ ബോസ്? 218 ഓൺലി. 250 റിയാൽ. ഇതേത് സ്ഥലം? ഇതെന്താ വായിക്ക? ഇംഗ്ലീഷുകാരന് ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? മാമുക്കായ പറഞ്ഞാല് ഇതേത് സ്ഥലത്ത് വായിക്കാരനവരും വായിച്ചാണ്. ഇതെല്ലാരും കുറെ നേരമായി വേൾഡിൽ ഇങ്ങനത്തെ സ്ഥലം കണ്ടുപിടിച്ചിട്ടില്ലാന്ന്. എല്ലാരും ഒന്ന് വായിക്കണ്ട, ആർക്കും മനസ്സിലാകുന്നില്ല. ഇക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. ബിനു നിയസോ? ആരാണ് ബിനു?
ബിനു അച്ചായനല്ലത്. ജുമാനെ ഫോൺ ചെയ്ത് ചോദിക്കണ്ട് ഇതെന്താ വായിക്കാന്ന് വിട്ടുകൊടുത്തിട്ട്. ഇവൾക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കാനും ആളില്ല. നിങ്ങൾക്ക് ആർക്കാരും കറക്റ്റ് ആയിട്ട് വായിക്കാനുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറ. യൂനിസോ ഒരു അടിപൊളി ആമ. എന്താ ആമയുടെ സൈസ്. ഇവിടെയാണ് ആമ ഇങ്ങോട്ട് തിന്നിട്ടാ ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്പെയിനിൽ എത്തിയിട്ടുണ്ട്. സ്പെയിൻ. ഓക്കെ, പ്ലാസ ഡി ടോറോസ്. അങ്ങനെ മക്കളെ നമ്മൾ സ്പെയിനിലെത്തി. നടന്ന് ഞങ്ങൾ സ്പെയിനിലെത്തിയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങള് ഇത് ഭയങ്കര രസമുള്ള കളിയാണ്. ഇത് നമ്മളെങ്ങനെ അടിച്ചു കഴിഞ്ഞാലും ഗോളാവൂല. അവിടെ നിൽക്കുന്ന ആ റോബോട്ട് അത് തടുക്കും. ആ കോർണർ കൂടെ മാത്രമേ കഴിയുള്ളൂ. അത്രയും അഗ്രഹന്മാർക്ക് മാത്രമേ അതിൽ ഗോളടിക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്തായാലും അടിച്ചില്ല, എന്നെ കൊണ്ട് കഴിയുമില്ല. അപ്പോൾ ഈ പിള്ളേർ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇതേ വന്ന് ടാഗ് ആണ് ബ്ലോക്ക് ചെയ്ത്. ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. കളി നടക്കുന്നത്. ഏതപ്പത് കുട്ടികൾക്കുള്ള സ്ഥലം ഇവിടെയാണ്. കസാക്കിസ്ഥാൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഓരോരോ പരിപാടികളാണ്. മൊബൈലിന്റെ ഫ്രെയിമിൽ കൊള്ളുന്നില്ല ഗൈസ്. അത്രയും ഭീകരമായ വലുപ്പാണ് ഇതിന്റെ. മോനെ അതിനെന്താ പ്രശ്നം? ഈ സാധനം കത്തിക്കണാണ്, മണത്തിന് കത്തിക്കണാണ്. പിന്നെ ഓടി വന്നിട്ട് എടുത്ത് തിന്നണ കിട്ടിയില്ല. ചെങ്ങായി പറഞ്ഞ തിന്നണല്ലാന്ന് പറഞ്ഞിട്ട് വേഗം പോയി തുപ്പി. ആ തുപ്പിയ സാധനം ഇവിടെ എവിടെ കിടക്കുന്നുണ്ട്. എപ്പോൾ ഉപയോഗിച്ചിട്ട് MDM കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ആ കല്ലാണെന്ന് വിചാരിച്ചിട്ട് എടുത്ത് തൊള്ളേക്ക് ഇട്ടിക്കണതാണ്. കല്ല് ജാതാന്ന് വിചാരിച്ചിട്ടല്ലേ എടുത്ത് തൊള്ളയിട്ട്. ഞാൻ ഉണക്കമുന്തിരിയുടെ അപ്പുറത്തിരിക്കണ അതാന്ന് വിചാരിച്ചു. അങ്ങനെ അതിമനോഹരമായ ശരി കണ്ടല്ലോ. നിങ്ങളെടുത്തൊക്കെ ഫോട്ടോ എടുക്കലാണ്. ഹായ്, ഹലോ. കൂടെ വന്ന ആൾക്കാര് എവിടെയാണോ ആളെ കാണുന്നത് അവിടെ കയറി ഇന്ന് ഫോട്ടോ എടുക്കുക. വെരി ഡേഞ്ചർ. അറ്റാക്കൊക്കെ ഉള്ളവരെ ഇറങ്ങുമ്പോൾ തീരുമാനമാവും. ഞാൻ പോരാ, ഞാൻ കേറാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് പേടിയാണ്. എനിക്ക് 5000 റിയാൽ തരാന്ന് പറഞ്ഞാൽ ഞാൻ കേറാം. വളരെ ഭംഗിയുള്ള അതിമനോഹരമായ ഒരു മസ്ജിദ് കോക്കോ മിലാൻ. കയറ്റണം. ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ പേടിയാണ്. ഊനാലാറിന് തന്നെ പേടിയുള്ള ഞാനിതിൽ കയറി കഴിഞ്ഞാല് ഒരിക്കലും നടക്കൂല. മനസ്സി കയറിക്കോ, ഞാൻ ഫുൾ സപ്പോർട്ട്. നാളെ വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ട. ഇജ്ജ് പോയി കയറ്. സത്യം പറഞ്ഞ രണ്ടാളും പോകലുണ്ടോ? വെറും ഡ്രാമ മാത്രമാണ്. അങ്ങനെ കേസ് ഞങ്ങൾ ഇതിൽ കയറാൻ തീരുമാനിച്ചു. ഓക്കെ, ഇതേ കാണുന്നു ഇതില്. അതെ, ഞങ്ങൾ യന്ത്രവനാലിൽ ലോക്കലെ യന്ത്രവനാൽ അല്ല, ചന്ദ്രന്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ള യന്ത്രവനാലാണ്. ഇനി ബാക്കി നമുക്ക് കയറി വന്നിട്ട് കാണാം. ഓക്കെ, നേരെ വന്നിട്ട് ഇവിടെ എത്തിയപ്പോ എല്ലാരും ഇങ്ങനെ മേലേക്ക് നോക്കുകയാണ്. പേടിയാകാണെന്നാ പറയണ കേസ്. എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് മാത്രമേ പേടിയില്ലാത്തുള്ളൂ. പോട്ടാൻ അന്നത്തിന് പേടി. ഇവള് പ്രോത്സാഹിപ്പിക്കണോ? എന്തായാലും ഞങ്ങൾ കയറാൻ തീരുമാനിച്ചു. ഇതാ ടിക്കറ്റ്സ്.
ഇതിൽ കയറാൻ പോവാണ്. വ്യൂ ടവർ അലോക്കര ടവറാണ്. ഇനി അടുത്തായിട്ട് ഞങ്ങൾ കയറാൻ പോകുന്നത് ഇതിലാണ്. ഗൈസ് അതെ, നമ്മളെ കൂട്ട് കയറി. ഇനി ബാക്കി കാണാം. ഫ്ലൈറ്റ് പൊന്ത് എന്താ ഫ്ലൈറ്റ് പൊന്തുണ്ട്. ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇരിക്കുകയാണ്. ഗൈസ് ചെങ്ങായിമാരെ എന്തൊക്കെ ഉണ്ടാകുന്ന അറിയില്ല. ഇളകി ഇവിടെ ഇരുന്നിട്ട് എൻഗ്രോനാല് കാണുമ്പോ എൻഗ്രോനാലൊക്കെ എത്രയോ ചെറുതാണ്. ഞങ്ങൾ അത്രയും ടോപ്പിലാണ്, എത്ര ഹൈറ്റിലാണ് അറിയാം. ബോളിന്റെ ഒക്കെ ഒരുപാട് മേലെത്തിയ ബോള് ചെറിയ ബോളായി. സെറ്റാണ് മക്കളെ, ഒന്നും പറയാനില്ല. ഇതിൽ കയറാൻ 10 റിയാലുള്ളൂ. കയറി കഴിഞ്ഞാൽ വേൾഡ് മൊത്തം കാണാം. മറ്റേ വിമാനത്തിലിരുന്ന് കാണും, കാഴ്ചകൾ കാണുന്ന പോലെ ഉണ്ട്. സെറ്റാണ്. വിമാനത്തിന്റെ മേലെ ഇരിക്കുന്ന അതേ ഒരു അവസ്ഥ. ബിസ്മിയോ? ഇതാ നമ്മളെ ബോൾ കണ്ടിട്ട് ബിസ്മി ഇറങ്ങി തുടങ്ങി. ദിനോസറിന്റെ അപ്പുറത്ത് ചക്രം ഉണ്ട്, ചക്രത്തിന്റെ അപ്പുറത്ത് ബോളും ഉണ്ട്. സെറ്റ്.